നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ 1 ഡസൻ തികഞ്ഞിരിക്കുന്നു അറസ്റ്റ്. കഴിഞ്ഞ ദിവസം KP ശങ്കർദാസ് കൂടി അറസ്റ്റിലായപ്പോൾ ആ പട്ടിക പൂർണ്ണമായോ എന്ന ഒരു ചോദ്യമാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനാണോ അതോ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമോ? ഇപ്പോൾ നോക്കൂ, 3 കാറ്റഗറി ആളുകൾ അറസ്റ്റിലായി. ഒന്ന്, പൊളിറ്റിക്കൽ ക്ലാസ്. ആ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന്, CPM-ൻ്റെ നോമിനികളായി എത്തിയ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനീയർ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ചുമതലക്കാർ. അതിൽ പത്മകുമാർ എന്ന ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പർ, മുൻ MLA, കോന്നി MLA, പല രീതിയിലാണ് പത്മകുമാറിനെ കാണേണ്ടത്. അതുപോലെ വാസു തീർച്ചയായും CPM-ൻ്റെ തന്നെ നോമിനിയാണ്, കമ്മീഷണറായിരുന്നു, പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി. തീർച്ചയായും CPM-മായി വാസുവിനുള്ള ബന്ധം നിരാകരിക്കാൻ ആവില്ല. ഇപ്പോഴിതാ ശങ്കർദാസ് കൂടി അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ CPIക്കും മേനി നടിക്കാൻ ആവില്ല. പല പാർട്ടികൾ മാറി ഇറങ്ങി. ഒറിജിനലി RSP ആയിരുന്നു. അങ്ങനെ പല പാർട്ടികൾ കയറി ഇറങ്ങി RSPയുടെ പല വിഭാഗങ്ങളിൽ ഒക്കെ പ്രവർത്തിച്ച് പിന്നീട് 2007 CPIയിൽ എത്തിയ ആളാണ്. 2017-19 കാലത്ത് ദേവസ്വം ബോർഡിലെ ഒരു അംഗം, 3 പ്രസിഡന്റും 2 അംഗങ്ങളും. അതിൽ പ്രസിഡന്റായി പത്മകുമാർ ഇരിക്കുന്ന സമയത്ത് 2 മെമ്പർമാർ. ഈ 2 മെമ്പർമാരിൽ ഒരാൾ വിജയകുമാർ ആയിരുന്നു, മറ്റൊരാൾ CPIയുടെ നോമിനിയായ ശങ്കർദാസ് ആയിരുന്നു. അപ്പോൾ ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലേ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾക്ക്? പ്രസിഡന്റ് മാത്രമാണോ ചുമതല? ഇത് കോടതി ചോദിച്ച ചോദ്യമാണ്. KP ശങ്കർദാസ് തൻ്റെ അനാരോഗ്യം പറയുന്നു, തനിക്ക് ഈ പാപത്തിൽ പങ്കില്ല എന്ന് പറയുന്നു, ഇത് പത്മകുമാറിൻ്റെ പ്രേരണ മാത്രമാണ് വിഷയം എന്ന് പറയുന്നു. അപ്പോഴെങ്ങനെയാണ് ഒരു മിനിറ്റ്സിൽ ഒപ്പിടുന്നത്? എങ്ങനെയാണ്? മിനിറ്റ്സിൽ ചെയർമാനും 2 അംഗങ്ങളും ഒപ്പിട്ടെങ്കിൽ മാത്രമല്ലേ മിനിറ്റ്സ് സാധുവാകുകയുള്ളൂ. അതുകൊണ്ട് തങ്ങൾക്ക് ഈ തീരുമാനത്തിൽ പങ്കില്ല എന്ന് മിനിറ്റ്സിൽ ഒപ്പിടുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ്, സ്വർണം ചെമ്പാക്കി മാറ്റിയ തീരുമാനത്തിൻ്റെ ഭാഗം തന്നെയാണ് 3 പേരും. അവരുടെ പിൻഗാമികളും ഒരുപക്ഷെ ഭാഗം തന്നെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ക്ലാസ്സിലെ CPM-ൻ്റെയും CPIയുടെയും നോമിനികൾ അറസ്റ്റിലായി കഴിഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. അല്ലേ, ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ബന്ധം അതൊക്കെ INTUC ബന്ധമുള്ളവരാണ്, കോൺഗ്രസ് ബന്ധമുള്ളവരാണ്, കോൺഗ്രസിൻ്റെ ഈ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇരുന്നവരാണ്. മുരാരി ബാബുവും കൂട്ടരും. കൂടുതൽ പേര് കോൺഗ്രസ്സുകാരായിരുന്നു എന്ന ഒരു ക്യാപ്സ്യൂൾ CPM-ൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നൊരു ക്യാപ്സ്യൂളാണ്. എണ്ണ ഒന്നും തിരിച്ചു പറയാനാവില്ല. പല സമയത്ത് ഈ ഉദ്യോഗസ്ഥ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ UDF ഭരിച്ചിട്ടുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായ നിയമനങ്ങൾക്കകത്ത് UDF-ന് ടച്ച് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് എത്രത്തോളം ഔപചാരികമാണെങ്കിലും അനൗപചാരികമായ ചില പരിഗണനകൾ അവിടെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അതാണ് 2ാം കാറ്റഗറി. അവിടെയും മുരാരി ബാബു ഉൾപ്പെടെയുള്ള പലരും അറസ്റ്റഡായി, 12 പേരിൽ. 3ാമത്തെ കാറ്റഗറി ഒരിക്കലും പിടി വീടില്ല എന്ന് കരുതിയിരുന്ന തന്ത്രി അകത്തായിരിക്കുന്നു. രാജീവ് തന്ത്രി, ഖണ്ഡർ രാജീവർ. അപ്പോൾ ഖണ്ഡർ രാജീവർ അറിയാതെ, അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതമില്ലാതെ ഇതൊന്നും നടക്കില്ല എന്നത് ഒരു കോമൺ സെൻസിൻ്റെ വിഷയവുമാണ്. അതിന് പിന്നിലെ ഒരു നിയമവശം ഇപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്ത്രിയും അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ തന്ത്രിമാർ പിന്നീട് ചുമതല വഹിച്ചതോ മുൻപ് ചുമതല വഹിച്ചതോ ആയ തന്ത്രിമാർക്ക് ഇനിയും പങ്കാളിത്തമുണ്ടോ എന്ന് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇനി ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ 100 ദിവസം പോലും അവശേഷിക്കുന്നില്ല. ഒരു 120 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. അപ്പോൾ 4 മാസത്തിനുള്ളിൽ കൃത്യമായി നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് UDF-ഉം BJP-യും ഉയർത്തുന്ന മുഖ്യ വിഷയം. UDF മാത്രമാണ് ഉയർത്തിയിരുന്നത് കഴിഞ്ഞ ആഴ്ച വരെ. അമിത്ഷാ കേരളത്തിൽ വന്നതിന് ശേഷം BJP തീരുമാനിച്ചിരിക്കുന്നു മുഖ്യ പ്രചരണ വിഷയം ഇത് തന്നെയായിരിക്കും, ശബരിമല തന്നെയായിരിക്കും. കാരണം BJPക്ക് ഏറ്റവും അധികം ചരിത്രപരമായ നേട്ടം ഉണ്ടായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ സമയത്താണ് ഒരു 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 വലിയ ഒരു ചാട്ടമാണ്, ക്വാണ്ടം ജമ്പാണ്. അതുവരെ ഉണ്ടായത് 9, 10, 11% നിന്നും 10-15% വളർച്ച. അത് വീണ്ടും 19.8% 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ
എത്തിച്ചു നിർത്താൻ കഴിഞ്ഞത്, ടേണിംഗ് പോയിൻ്റായി വന്നത് ശബരിമല ആചാര വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് BJP എടുത്ത കടുത്ത നിലപാടാണ്. അത് ഹിന്ദു വിഭാഗങ്ങളെ, നായർ കമ്മ്യൂണിറ്റിയെയും ഈഴവ കമ്മ്യൂണിറ്റിയെയും മറ്റ് ഹിന്ദു അവാന്തര വിഭാഗങ്ങളെയും BJPയിലേക്ക് ഒരു പരിധിവരെ ആകർഷിച്ചിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പോരാട്ടത്തിൽ നിന്നും എന്തിന് BJP മാറി നിൽക്കണം? ഇത് UDFൻ്റെ പോരാട്ടമായി വിട്ടുകൊടുത്താൽ BJPക്ക് നഷ്ടമല്ലേ? പ്രഥമ ദൃഷ്ട്യാ നഷ്ടം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു? 2019 ദുരനുഭവം BJPയുടെ മനസ്സിലുണ്ട്. അന്ന് BJP കൊടുമ്പിരിക്കൊണ്ട പ്രചരണം LDFനെതിരെ, ഭരണത്തിനെതിരെ, സ്ത്രീ പ്രവേശനത്തിനെതിരെ, അതായത് ബിന്ദു അമ്മിണിയെയും ഒക്കെ കയറ്റാനായിട്ട് CPM കാട്ടിയ വ്യഗ്രത, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കയറ്റാൻ കാട്ടിയ വ്യഗ്രത, ഇതെല്ലാം പൊളിച്ചടുക്കി. പക്ഷേ അതിന് പ്രയോജനം കൊണ്ടുപോയത് തെരഞ്ഞെടുപ്പിൽ UDF 19 സീറ്റ് കൊണ്ടങ്ങ് പോയി. BJPക്ക് ലോക്സഭയിൽ ഒരു സീറ്റും ലഭിച്ചില്ല. വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിപ്പിച്ചു. അപ്പോൾ LDFന് ഭരണം ലഭിച്ചു, LDFന് തുടർ ഭരണം ലഭിച്ചു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ BJP ഇത് ആളിക്കത്തിച്ചാൽ ഒരു പക്ഷേ അതിന് പ്രയോജനം UDFന് ലഭിക്കും. ആത്യന്തികമായി UDF അധികാരത്തിൽ വരണമെന്ന് BJP ആഗ്രഹിക്കില്ല. കോൺഗ്രസ് മുക്ത ഭാരതവും കോൺഗ്രസ് മുക്ത കേരളവും BJPയുടെ അജണ്ടയാണ്. അത് പരസ്യമായിട്ട് തന്നെ BJP പറയുന്ന അജണ്ടയാണ്. അങ്ങനെ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സംഘടനാപരമായ കരുത്തുള്ളത് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലാണ്. കേരളത്തിനോടൊപ്പം സംഘടനാ കരുത്തുള്ള ഒരു സംസ്ഥാനവും കോൺഗ്രസ്സിന് മറ്റൊരിടത്തുമില്ല. അതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള ഒരു പ്രാമുഖ്യം അത് എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ഇടതുപക്ഷത്തെ വലിയ ശക്തിയായിട്ടൊന്നും BJP കാണുന്നില്ല ദേശീയ തലത്തിൽ. BJP ഒരു ദേശീയ പാർട്ടിയല്ലേ, ഭരണകക്ഷിയല്ലേ, ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു കക്ഷിയല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു നറേറ്റീവാണ് ഇടതുപക്ഷം ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, കോൺഗ്രസ് സ്വാഭാവികമായി അസ്തമിച്ചുകൊള്ളും, കോൺഗ്രസിൻ്റെ അണികളെ തങ്ങൾ ഇങ്ങ് എടുത്തുകൊള്ളാം, മുസ്ലിങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിലെ മുസ്ലിം സപ്പോർട്ടേഴ്സ് ഒരുപക്ഷെ LDFലേക്ക് പോകുമായിരിക്കാം, കോൺഗ്രസിൻ്റെ ഹിന്ദു സപ്പോർട്ടേഴ്സ് മിക്കവരും തങ്ങളുടെ പക്ഷത്തേക്ക് വരും. BJPയുടെ കണക്കുകൂട്ടലാണ്. അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് വന്ന് തിരുത്തി പറഞ്ഞത്. ആ ചിന്ത ഇങ്ങനെയാണ്: തങ്ങളുടെ വോട്ട് ബേസ് UDF ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, തങ്ങൾ പ്രക്ഷോഭം നടത്തുന്നു, LDF വിരുദ്ധ വോട്ടുകൾ തങ്ങൾ കുറേ ലഭിക്കും, അതുകൊണ്ട് LDF പരാജയപ്പെടും. എന്നാൽ തങ്ങൾക്ക് ജയിക്കാൻ ഒട്ടും സാധിക്കുകയുമില്ല. കുറച്ച് സീറ്റുകൾ ലഭിക്കും, കുറച്ച് ഒരു ഡബിൾ ഡിജിറ്റാണ് BJPയുടെ മോഹം. ഒരു പക്ഷേ 4-5 സീറ്റിലെത്തി നിന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ തങ്ങൾ സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും, നിയമസഭയിൽ ഉൾപ്പെടെ സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും. തദ്ദേശത്തിൽ തിരിച്ചടിയാണ് ലഭിച്ചത്, തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചു എന്ന് പറയുമ്പോഴും BJPക്ക് തിരിച്ചടി തന്നെയാണ്. ഒരു 19.8% നിന്നും 15% വോട്ട് ഷെയർ താഴുമ്പോൾ യഥാർത്ഥത്തിൽ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നഗരമണ്ഡലങ്ങളിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ BJPക്ക് കുറേ സീറ്റുകൾ കേരളത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ പൂർണ്ണമായി LDFന് അനുകൂലമായി പോകരുത്. ഇപ്പോൾ LDF ശ്രമിക്കുന്നത് എന്താണ്? ഹിന്ദു കൺസോളിഡേഷൻ. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം ലീഗ് വിരുദ്ധ പ്രസ്താവനയൊക്കെ തള്ളിപ്പറയാതെ LDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ കൊടുമ്പിരിക്കൊള്ളുന്ന പ്രക്ഷോഭങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ BJP രംഗത്തിറങ്ങും. അപ്പം ഞാൻ 3 ക്ലാസ് ഓഫ് ആളുകളെക്കുറിച്ച് പറഞ്ഞു. ഏതാണ്? പൊളിറ്റിക്കൽ ക്ലാസ്, ബ്യൂറോക്രാറ്റിക് ക്ലാസ് ആൻഡ് തന്ത്രി, റിലീജിയസ് ക്ലാസ്. ഈ 3 വിഭാഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും 4മതൊരു വിഭാഗമുണ്ട്. അത് പൊളിറ്റിക്കൽ ക്ലാസ് തന്നെയാണ്. ഉന്നതരായ ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രി. അത് ഇപ്പോൾ വാസവനാണ്, മുൻപ് കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ വാസവനെക്കുറിച്ച് കാര്യമായ ആരോപണങ്ങളില്ല, കാരണം ഇപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല ഇപ്പോൾ ഒന്നും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സംവിധാനം, ഇപ്പോൾ ആ ഒരു പൊളിറ്റീഷ്യൻസിനെ പ്രസിഡൻ്റാക്കുന്ന സംവിധാനം പോലും മാറ്റി ജയകുമാറിനെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്ത വലിയ മാസ്റ്റർ സ്ട്രോക്കാണ്. പക്ഷേ ഇപ്പോഴും അടുത്ത ലെവൽ SIT ഒരിക്കൽ കൂടി ചർച്ചയ്ക്കായി അല്ലെങ്കിൽ തെളിവെടുപ്പിനായി കടകംപള്ളി സുരേന്ദ്രനെ സമീപിക്കുമെന്ന രീതിയിലാണ്. ഏതെങ്കിലും കാരണവശാൽ മുൻ മന്ത്രി, ഇപ്പോഴത്തെ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനർത്ഥം എന്താ? LDF സംവിധാനത്തിന് ക്രെഡിബിലിറ്റി പൂർണ്ണമായി നഷ്ടപ്പെടും. അവിടെയെങ്കിൽ
കടകംപള്ളിയുടെ മണ്ഡലം ഉൾപ്പെടെ, അതായത് കഴക്കൂട്ടം മണ്ഡലം ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശം ആകമാനം ഇളക്കി മറിക്കാൻ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് സാധിക്കും. ഒന്ന്, നഗരസഭാ ഭരണമുണ്ട്, പ്രധാനമന്ത്രി വരുന്നു, വലിയ സമ്മാന പാക്കേജ് ഉണ്ടാകും, അത് കൃത്യമാണ്. എന്തെന്ന് നമ്മൾ അറിയുന്നില്ല, പക്ഷേ വലിയ സമ്മാന പാക്കേജ് ഉണ്ടാകും, അത് മതിയാകും തിരുവനന്തപുരം നഗരമണ്ഡലത്തെ ഇളക്കി മറിക്കാൻ. അവിടെ UDFനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് LDF വിരുദ്ധ വോട്ടുകൾ പരമാവധി BJPയിലേക്ക് കേന്ദ്രീകരിക്കാൻ ഈ പ്രക്ഷോഭം ആവശ്യമാണ്. അതുകൊണ്ട് ശങ്കർദാസിൽ നിൽക്കരുത്, കടകംപള്ളിയിലേക്ക് എത്തി നിൽക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നു. കടകംപള്ളിയിലേക്ക് എത്തി നിൽക്കണമെന്ന് കോൺഗ്രസും ആഗ്രഹിക്കുന്നു. വൻപൻ സ്രാവുകൾ വലയിലാകണം എന്നാഗ്രഹിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകും പരാമർശങ്ങൾ. ശങ്കർദാസിൻ്റെ കാര്യത്തിൽ പരാമർശം പറഞ്ഞല്ലോ. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് വൈകിപ്പിക്കുന്നത്? ഒറ്റ മനുഷ്യത്വപരമായ ഒരു കാരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ICUവിലായിരുന്നു, സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്, അങ്ങനെ ആശുപത്രിയിലാണ്, രോഗശയ്യയിലാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് നൈതികത, അത് മാത്രമായിരുന്നു വിഷയം. പക്ഷെ അദ്ദേഹം ഇൻവോൾവ് അല്ല, താൻ നിസ്സഹായനാണ്, താൻ ഒരു രീതിയിലും തെറ്റുകാരനല്ല എന്ന ക്ലെയിം അപ്പാടെ വിഴുങ്ങിയ SITയെ കണക്കിന് ശകാരിക്കുന്ന കോടതിയാണ് കണ്ടത്. അതുകൊണ്ട് അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകും. ഒരു ഡസൻ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ളത് ചെറിയ സ്രാവുകളല്ല, ഇനി അവശേഷിക്കുന്നത് കൊമ്പൻ സ്രാവുകൾ തന്നെയാണ്. അവിടെയാണ് UDFൻ്റെയും BJPയുടെയും പ്രതീക്ഷ. ഒരു വാചകം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോട്ടെ. ഈ ശബരിമല വിവാദത്തിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ക്രൈം ഡയമെൻഷനോ അഴിമതി ഡയമെൻഷനോ അല്ല, അതിൻ്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ടാണ്. എന്താണ് സാധ്യത? UDF ഇപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു പക്ഷേ. കാരണം UDFന് തദ്ദേശം എപ്പോഴും ബാലികേറ മലയായിരുന്നു. അവിടെയും ജയിച്ചു വന്ന് 80 സീറ്റിൽ എത്തി നിൽക്കുന്ന, അതായത് അതാണ് ഏകദേശ കണക്ക്, മാധ്യമങ്ങൾ വരച്ചു കാട്ടുന്ന കണക്കാണ്. 80 നിയമസഭാ സെഗ്മെൻറ്റിൽ UDFന് ലീഡ്. കേവലം 2 സെഗ്മെൻറ്റിൽ മാത്രമാണ് BJPക്ക് ലീഡ്. അത് കൂടുതൽ സെഗ്മെൻറ്റിലേക്ക് ലീഡുകൾ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺസെൻട്രേറ്റഡ് ഒരു ഫോക്കസ്ഡ് ഒരു റോളായിരിക്കും BJPക്കുള്ളത്. അല്ല വ്യാപകമായി, സംസ്ഥാന വ്യാപകമായി 20% ഒന്നും എത്തി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP പ്രവർത്തിച്ചാൽ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. 10ഓളം മണ്ഡലങ്ങൾ A+ കാറ്റഗറിയായിട്ട് തന്നെയാണ് BJP കാണുന്നത്. അതിൽ 3 തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള 3 മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ BJPക്കും മുഖ്യ പ്രചരണ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാവും. അതുകൊണ്ട് ശങ്കർദാസിൻ്റെ അറസ്റ്റ് അവസാന അറസ്റ്റ് ആകരുതെന്ന് BJPയും കോൺഗ്രസും ഒരുപോലെ ആഗ്രഹിക്കുന്നു. BJPക്ക് തങ്ങളുടേതായ തട്ടകങ്ങളിലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് അവരുടേതായ തട്ടകങ്ങളിലും കൂടുതൽ നേട്ടമുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നുകൊട്ടെ എന്നാണ് ഇപ്പോഴത്തെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒരു തീരുമാനം. രണ്ടിടത്തും സമ്മർദ്ദം അനുഭവിക്കുന്നത് LDF തന്നെയാണ്. അതുകൊണ്ട് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഇപ്പോഴെങ്ങും അവസാനിക്കാൻ പോകുന്നില്ല എന്നതാണ് ബാക്കി പത്രം.